എന്താടോ സ്വാമി, തന്റെ ജയശങ്കർ എന്ത് പറയുന്നു? എന്ത് പറയാൻ, നമ്മൾ വിചാരിച്ച പോലെയൊന്നും നടന്നില്ലല്ലോ. എല്ലാ പദ്ധതികളും പൊളിഞ്ഞു. പൊളിഞ്ഞോ? എനിക്ക് തോന്നുന്നില്ല പൊളിഞ്ഞു. ചില തിരിച്ചടികളൊക്കെ ഉണ്ടായാലും ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയാ ഇപ്പോഴും കാര്യങ്ങളൊക്കെ പോകുന്നത്. പൊന്നുമണി അടുത്ത് തന്നെ സ്റ്റേഷനിലൊരു പരാതി കൊടുക്കും. അത് നിരഞ്ജനെതിരെയും അയാളുടെ അമ്മയ്ക്കെതിരെയും ആയിരിക്കും. ഒരു ടൈം ബോംബ് പോലെ ആ പരാതി ഇരുന്ന് പൊട്ടും. അതോടെ എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നടക്കും. അത് മതി തങ്കച്ചി, അത് കേട്ടാ മതി. ഞാൻ വെറുതെ ഇരിക്കുന്നാണോ താൻ വിചാരിച്ചത്? ഓരോന്നാലോചിച്ചോണ്ടിരിക്കുക സ്വാമി. ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ ജയശങ്കർ മാത്രമേ ഉള്ളൂ. അയാൾ തകരണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ. സാറല്ല തങ്കച്ചി തകരേണ്ടത്, ആ നിരഞ്ജന. സാറൊരു പാവ. നിരഞ്ജനും അക്ഷരയും ഉപദേശിച്ച് വഴി തെറ്റിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ എപ്പോഴോ കേസിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ആയിരുന്നു. ഓരോ തവണ ഞാൻ വലയെറിഞ്ഞപ്പോഴും വിദഗ്ധമായ അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടു. ഇത്തവണ അവൻ അതിന് പറ്റില്ല. അതുപോലൊരു സാധനമാണ് ഞാൻ ഇറക്കുന്നത്. എന്നോട്